Hello மக்களே, welcome to the channel Tamil Family Reacts. நான் ஸ்வாதி பிரபாகர் with me, my husband Vasu. வணக்கம். ஓகே, நம்ம ஒன் ஆஃப் த போல் வின்னர் மூவி இன்னைக்கு பார்க்க போறோம். என்ன மூவி பார்க்குறோம்? ஆக்ஷன் ஹீரோ பிஜு. ஆக்ஷன் ஹீரோ பிஜுவோட டைரக்டர் ஆப்ரித் ஷைன். அடுத்து வந்து மியூசிக் டைரக்டர் வந்து ரெண்டு பேர். ஒருத்தவங்க வந்து ஜெரி அமல்தேவ், அவங்க வந்து அக்கஸ்டிக்ஸ்லாம் யூஸ் பண்ணி அவங்க தான் மெயின் மியூசிக் டைரக்டர். அடுத்து வந்து ராஜேஷ் முருகேசன், இவங்க வந்து பேக்ரவுண்ட் ஸ்கோர்ஸ் பண்ணியிருக்காங்க. அடுத்த மூவியோட கேஸ்ட் பார்க்க போறோம். நம்ம நிவின் இருக்காரு, அனு இமானுவல், சுராஜ், ஜோஜு ஜார்ஜ் இருக்காங்க. அடுத்து சாய்ஜு குரூப், நம்ம இப்பதான் வந்து மோகினியாட்டம் சீரியஸ்லாம் பார்த்துட்டு வந்துட்டு இருக்கோம். அடுத்து கீழே வந்தா பாலச்சந்திரன் சுலிகத் அவங்க இருக்காங்க. அடுத்து வல்ஸ்லா மேனன், அடுத்து யாரும் பெருசா நமக்கு தெரியல. சுராஜ் இருக்காரு. சுராஜ் நம்ம மேலே 2 தடவை வந்துட்டாரு சுராஜ். ஓகே, மூவி கேஸ்ட்லாம் பார்த்தாச்சு. நம்ம மூவிக்குள்ள போயிடலாம். ஓகே, കൃത്യം സ്കെച്ച് ചെയ്ത് നോക്കണം. ഞാൻ ഇപ്പൊ തന്നെ എത്താം. എവിടെയുണ്ടാവൻ സാറേ? ഈ പാലം കടന്ന് അപ്പുറത്തൊരു കാടില്ല സാറേ, ആ കാടിനകത്ത് ഉണ്ടാവും. ആ കയറി. എടാ മധു, എന്നാ നിങ്ങൾ ആ വഴി വാ, ഞാൻ ഇവിടെ പോവാം. നീ പേടിക്കണ്ട, ഞാൻ ഷോള വെച്ച മുഖം എന്ന് പറഞ്ഞാൽ മതി. யாரையும் காமிச்சு கொடுக்க போறானோ? സാറേ ഇത് അവന്മാരെ വയ്ക്കാം. ഇവിടെ തന്നെ ഉണ്ട് സാറേ അവന്മാര്. ഇവിടെ കാണും. ധൈര്യം സാറേ അവന്മാര്. കണ്ട എന്താണ് സാറേ കാര്യം? കാര്യമൊക്കെ പിന്നെ പറയാം. കിട്ടി நல்லா இருக்கு. என்ன பாயிண்ட் ஆஃப் வியூ கேமரா? தண்ணி சத்தமா கேட்டுச்சு. ഫലഭൂയിഷ്ഠമായ കേരളത്തിന്റെ മണ്ണിൽ വളരുന്ന കൽപ്പവൃക്ഷത്തിന്റെ ഈ കായ തെങ്ങിൻ കായ അഥവാ തേങ്ങ പലതരം അസുഖങ്ങൾക്കും ഒരു ഒന്നാം തരം ഒറ്റമൂലിയാണ്. എടുത്തു കഴിച്ചാട്ടെ. തേങ്ങാ പലഹാരമാ. அங்க நிறைய தேங்காய் யூஸ் பண்ணுவாங்கல்ல. കൊള്ളാം. തേങ്ങ വാഴ നല്ല ടേസ്റ്റ്. ഇത് തേങ്ങാ ബർഫി, അത് കുക്കി. ടിവിയിലെ പാചക പരിപാടി കണ്ടുണ്ടാക്കിയതാ. മോനച്ചന്റെ പിള്ളേർക്ക് വലിയ ഇഷ്ടാ. എനിക്ക് പിന്നെ ഈ പഞ്ചസാരയുടെ അസുഖം ഉള്ളത് കൊണ്ടേ ഞാനിതൊന്നും കഴിക്കുകയല്ല. ദൈവത്തിന്റെ കൃപ കൊണ്ട് ഇതുവരെ ഷുഗറും പ്രശ്നം എനിക്കില്ല. വന്നോളും. എന്തുവാ അമ്മച്ചി, ഞാൻ വന്നതെന്നാന്ന് വെച്ചാലേ നമ്മുടെ കുഞ്ഞൂടെ കല്യാണം ഉറപ്പിച്ചു. അടുത്ത മാസം 15-ാം തീയതി കല്യാണം. ചെറുക്കൻ എന്നതാടാ പണി? പോലീസിലാ അമ്മച്ചി. പോലീസിലോ? സബ് ഇൻസ്പെക്ടറാ. ശരിയാ, കുടുംബത്തെ ഒരു സബ് ഇൻസ്പെക്ടർ ഉള്ളത് നമുക്കൊക്കെ ഒരു ഗമയാ. അപ്പൊ ചെറുക്കന്റെ പേര് ബിജു. സബ് ഇൻസ്പെക്ടർ ബിജു. നല്ല പേര്. ആക്ഷൻ ഹീറോ ബിജു. ഞാൻ എപ്പോഴും അതങ്ങ് മറന്നുപോകും. ബെനീറ്റ. എണീറ്റിട്ട് ബെനീറ്റ ഡൊമിനിക്. ஓ, இவங்க தான் அது போல. இவங்க நம்மளுடைய சிவகார்த்திகேயன் படத்துல ஒரு படத்துல நடிச்சாங்கல்ல. ഈ കല്യാണം ഇവിടെ ഏറ്റവും വലിയ ചടങ്ങ്. ചാച്ചനോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, ഫേസ്ബുക്കിൽ നമ്മുടെ ഒരു ഫാമിലി ഗ്രൂപ്പ് ഉണ്ടായിട്ട് അതിനകത്തൊരു കല്യാണ ഗ്രൂപ്പ് പോസ്റ്റ് ചെയ്യാൻ മതിയായിരുന്നു. ഈ കുഴിയിലോട്ട് കാലം നീട്ടിരിക്കുന്ന മുണ്ടക്കത്തെ അപ്പച്ചനാ ഫേസ്ബുക്ക്. ചാച്ചനെ അറിയാൻ പാടില്ലാണ്ടാണ് മുണ്ടക്കത്തെ അപ്പച്ചനെ ഇപ്പൊ 2 ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്. അല്ലേ ചേച്ചി? അതാണ്. അല്ല, എനിക്ക് അതല്ല അതിശയം. എനിക്ക് പണ്ടൊരു പോലീസുകാരന്റെ ആലോചന വന്നതാ. എന്നിട്ട് എന്താ കേട്ടാഞ്ഞേ? അയ്യോ, പോലീസുകാരെന്ന് പറഞ്ഞാൽ എന്റെ ദൈവമേ, അന്നത്തെ കാലത്തൊക്കെ ഈ പറയാ കണ്ണൊക്കെ ചൊമ്പിച്ച് മീശയൊക്കെ ആയിട്ട് പേടിയാവത്തില്ലേ പോലീസ് എന്ന് പറഞ്ഞാ? പക്ഷെ നമ്മുടെ പയ്യനൊരു മര്യാദക്കാരനാണ്, അവനെ കണ്ടറിയത്തില്ലേ? യോ, നേരാ. അവനെ കണ്ടാൽ തന്നെ അറിയാം എന്തൊരു പാവല്ലേ. അവൻ എങ്ങനെയാണോ ഈ ഗുണ്ടകളൊക്കെ ആയിട്ട്. ഗുണ്ടെന്നൊക്കെ പറഞ്ഞ നല്ല കിണ്ണം കാച്ചിയ ഗുണ്ട. മട്ടാഞ്ചേരി മാർട്ടിൻ ഭയങ്കര അരിശക്കാരനാ. സ്വന്തമായിട്ട് 10-26 കേസും. ഇന്ന് രാവിലെ ദേവര ജംഗ്ഷനിൽ ഇവന്റെ ബൈക്കിനടുത്ത് വേറൊരുത്തൻ ബൈക്ക് പാർക്ക് ചെയ്ത് ഇവന് ഇഷ്ടപ്പെട്ടില്ല. ഇവൻ കൊണ്ടേയല്ലേ, ഇവൻ അരിശം വന്നു. 1ഉം 2ഉം പറഞ്ഞവൻ പിച്ചാത്തിയെടുത്ത് മറ്റവനിട്ട് ഒറ്റ കുത്ത് കിട്ടിയവൻ ICUല. ആള് രക്ഷപ്പെട്ടു. പക്ഷെ പാവപ്പെട്ടവനൊരു വൃക്ക പോയി. ഏത് ഒരു വൃക്ക പോയി? ഇവന്റെ അരിശം കാരണം, അതും എന്റെ സ്റ്റേഷൻ ലിമിറ്റ്. இவ்வளவு நேரம் ஸ்மூத்தா சொல்லிட்டு கிட்னிலே போடுறாரு போல இருக்குப்பா. എന്റെ സ്റ്റേഷൻ പരിധിയിൽ ഒരു കൊണ്ട മതി. മനസ്സിലായോ? என்னப்பா போட்டு போக்குறாங்க.
ஆக்ஷன் மூவி ஆக்ஷனா இருக்குமா? காமெடி படம்னு சொன்னாங்க. ஐயோ இந்த லாஸ்ட் 3-4 days ഇതിപ്പോ മൂന്നാമത്തെ തവണയാണ് ബൈക്കിലെത്തി സ്ത്രീകളെ മാല പൊട്ടിക്കുന്ന കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ആരെങ്കിലും നിങ്ങൾ പിടിച്ചോ അതോ ഞാൻ ഇറങ്ങിയവന്മാരെ പിടിക്കണം? If you can't do it, you are not fit enough to put on this police uniform. സ്നാച്ചിങ് കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ പ്രോപ്പർ വയർലെസ് കമ്മ്യൂണിക്കേഷൻ നടത്തി ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്താൽ ഇവന്മാരെ പിടിക്കാം. കഴിഞ്ഞ 10 വർഷത്തെ സ്നാച്ചിങ് കേസ് പ്രതികളുടെ ലിസ്റ്റ് എടുത്ത് DIമാരും ACPമാരും അത് പ്രോപ്പറായി മോണിറ്റർ ചെയ്യുക. ഓവർ. கவர்மெண்ட்ல ரொம்ப கம்யூனிகேட்டடா இருக்கிற போலீஸ் டிபார்ட்மெண்ட் தான் இல்ல? ஆமா. P18 കോബ്ര കോബ്ര SA-18 ആൻസറിങ്. ഗുഡ് മോർണിംഗ് സർ. 4 കേസ് റിപ്പോർട്ടായിട്ടുണ്ട്. 2 കേസുകൾ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളാണ്. മൂന്നാമത്തെ കേസ് 15C അബ്കാരി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 4ാമത്തെ കേസ് 118A KP ആക്ട് പ്രകാരമുള്ളതാണ് സർ. 72 ME പെറ്റിയുണ്ട്, 14 ജയിൽ പെറ്റിയുണ്ട്, 8 വാറണ്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, 41 വാറണ്ട് പെൻഡിംഗ് ആണ്, 17 സമൻസ് സെർവ് ചെയ്തിട്ടുണ്ട്, 32 സമൻസ് പെൻഡിംഗ് ആണ്, 41 കേസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണ് സർ. മറ്റ് വിശേഷങ്ങളൊന്നുമില്ല. ഗുഡ് മോർണിംഗ് സർ. ഓവർ. കേസുകൾ പെൻഡിംഗ് വെക്കാതെ പരമാവധി തീർക്കാൻ നോക്കുക. ഇമ്മീഡിയറ്റ് ആക്ഷൻസ് എടുക്കുക. ഓവർ. ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ ആണ്. വിൽക്കോ സർ. ഓവർ. സർ സ്റ്റേഷൻ പറയാം ഫസ്റ്റ്. വയർലെസ് സെറ്റ് കൃത്യമായിട്ട് നോക്കണേ. എന്താണ് പരാതി പറയാൻ വരുന്ന സ്ത്രീകളുടെ പേരും ഡീറ്റെയിൽസ് വുമൺ ഡെസ്കിന് രജിസ്റ്റർ എൻട്രി ചെയ്യണം. ശരി സർ. പ്രായമായിട്ടുള്ള ആരെങ്കിലും വരെ നേരെ കടത്തി വിട്ടേക്കും. വെയിറ്റ് ചെയ്യേണ്ട. കേസിനെ പെറ്റീഷൻ ആരും കൃത്യമായിട്ട് ജീഡിൽ എൻട്രി ചെയ്യണം സാർ. ഒന്നും വിട്ടുപോരുത് സാർ. നിർബൻ രാജാവേ ഇന്നെന്താണ് ഡേയിലായിട്ട് സാർ ഇവിടെ തന്നെ കാണണം സാർ. സാറേ FIR അടിക്കാനുണ്ട്. FIR ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യണം. ശരി സർ. മീന എവിടെ? മിനി സർ. മിനിമോളല്ല മിനിമോൻ. സാറേ വിളിക്കുന്നു. സാറേ ஜோஜோ ஜோஜோ தானே? ஆமா ஜோஜோ. ഇന്നും ലേറ്റ് ആണല്ലോ. ആ വെച്ച വാഴയ്ക്ക് ചെറിയൊരു നനയുണ്ടായിരുന്നു സാറേ. ഈ പടി പോയാലും ജീവിക്കട്ടെ സാറേ. കൃഷിക്കിടയ്ക്ക് ഈ പണി കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ഇന്നെന്താണ് പണി? സാർ ഇന്നലെ കുറച്ച് പെറ്റീഷൻകാരെ വിളിപ്പിച്ചിട്ടുണ്ട്. അവരെ എതിർഭാഗം വരുന്നുണ്ട്. ഞാനിവിടെ തന്നെ ഉണ്ട്. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നോക്കണം സാർ. ശരി. இந்த டைம் தான் அவள் உள்ள வராரு நினைக்கிறேன். ഹലോ അപ്പച്ച. ആ ജോസൂട്ടി 3-4 വട്ടമായി കയറി ഇറങ്ങി നടക്കുന്നു. കേറ്ററിംഗ് അവനെ ഏൽപ്പിക്കേണ്ട അപ്പച്ച. ഭയങ്കര ചാർജാണ്. എൻ്റെ ഒരു കൂട്ടുകാരാണ്, ഞങ്ങളോട് സംസാരിക്കട്ടെ. ഓ അവനോട് ആ ലീവിന്റെ കാര്യം. അതെ അമ്മച്ചന്റെ ലീവിന്റെ കാര്യം എന്തായിരുന്നു ചോദിക്കുന്നു. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കാര്യമല്ലേ. ഓ ആ വേറൊന്നുമില്ല. എന്നാ പിന്നെ നീ സൗകര്യം പോലെ വിളിക്ക. ശരി അപ്പച്ച. ഹലോ ടൗണസേ പട്ടിയെ വിട്ടോ. എന്ത് പ്രായമുള്ള കുട്ടിയാണ്? എന്താണ് പേര് കുട്ടിയുടെ? ആ എടാ സുബേരതേ, നീ ആ ജനറൽ ഹോസ്പിറ്റലിൽ വരുന്ന ചെല്ലണം. അവിടെ ഒരു 12 വയസ്സായ പെൺകുട്ടിയെ പട്ടിയെ വിട്ട് കടിപ്പിച്ചെന്ന് പറഞ്ഞാൽ കോള് വന്നു. നീ അവിടെ ചെന്ന് കാര്യം ഒന്ന് അന്വേഷിക്കും, എന്നിട്ട് വിളിച്ചു പറ. സാർ ഇന്നലെ ശമ്പളത്തിന് പെറ്റീഷനായിട്ട് വന്നിട്ടുള്ള പെൺകുട്ടി വന്നിട്ടുണ്ട്. ആ വരാൻ പറ. നിങ്ങൾ ഈ ഫ്ലൈ ഓവർസീസ് ഏജൻസിയിൽ വർക്ക് ചെയ്യായിരുന്നല്ലേ? അതെ. എത്ര നാൾ ജോലി ചെയ്തു? 1.5 മാസം. അതിൻ്റെ ശമ്പളം തന്നില്ല എന്നല്ലേ? ഇല്ല, ആകെ 1000 രൂപ തന്നുള്ളൂ അഡ്വാൻസ് ആയിട്ട്. ഈ ഏജൻസിക്കാർ വന്നിട്ടുണ്ടോ? ഉണ്ട് സാർ. വരാൻ പറയും. നിങ്ങൾ എത്ര നാൾ മുമ്പാണ് ജോലി നിർത്തിയത്? 3 ആഴ്ച മുമ്പ് കിട്ടും. ഞാൻ ചേർത്തലയെന്നാണ് വരുന്നത് സാർ. വണ്ടിക്കൂലി പോലും ഇല്ലാണ്ടായപ്പോഴാണ് നിർത്തിയത്. ഈ ഫ്ലൈ ഓവർസീസ് മാൻ പവർ നിങ്ങളുടെ സ്ഥാപനമല്ലേ? നിങ്ങളുടെ ഏജൻസിയിൽ ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടിയില്ലെന്ന പരാതി വേണ്ടിയാണ് കുട്ടി ഇവിടെ വന്നിരിക്കുന്നത്. സോ കമ്പനി ഹാവ് സം റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അത് വെച്ചിട്ട് ഒരു എംപ്ലോയിക്ക് രാജിവെക്കണമെങ്കിൽ 3 മാസം മുമ്പ് നോട്ടീസ് ഇഷ്യൂ ചെയ്യണമെന്നാണ് ബോണ്ടിൽ സൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇയാളത് ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു പ്രശ്നമാണ് സാർ അത്. സാറേ റൂൾസ് ആൻഡ് റെഗുലേഷൻ പറയുകയാണെങ്കിൽ കറക്റ്റ് 1 മാസം ആകുമ്പോഴത്തേക്കും സാലറി തരേണ്ടതല്ലേ. നിങ്ങൾക്ക് എത്ര രൂപ ശമ്പളം പറഞ്ഞിരുന്നു? 10,000. എത്ര ദിവസം ജോലി ചെയ്തു? 50 ദിവസം. 1000 രൂപ അറ്റൻഡൻസ് ഒന്നുണ്ടല്ലേ? 5,500 രൂപ. ഇതൊരു നിസ്സാര തുകയല്ലേ വരുന്നുള്ളൂ. നിങ്ങൾക്കത് കൊടുത്ത് സെറ്റിൽ ചെയ്തോടെ. സാർ അതിൻ്റെ ഇടയ്ക്ക് സാർ അത് ചോദിച്ച് ഞാൻ പോയത് അവരുടെ അടുത്ത് കുറേ പ്രാവശ്യം. അപ്പോൾ അവർ കേസ് കൊടുക്കുന്നൊക്കെ പറയുന്നത്. എൻ്റെ കയ്യിൽ വണ്ടിക്കൂലി ഇല്ല, എന്നിട്ട് ഞാൻ അയൽപ്പക്കത്ത് ചേച്ചിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി വന്നുകൊണ്ടിരുന്ന ഇത്രയെന്നാണ്. എനിക്ക് അച്ഛനില്ല സാറേ. അമ്മയും +2 പഠിക്കുന്ന അനിയത്തി മാത്രമേ ഉള്ളൂ. വളരെ ബുദ്ധിമുട്ടില്ല സാർ. സാറേ ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞാൽ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത സാർ. കമ്പനിക്ക് ഒരു ലോയും പോളിസി ഒക്കെ ഉണ്ടല്ലോ. ഞങ്ങളുടെ കമ്പനിയിലുള്ള എഗ്രിമെന്റിൽ സൈൻ ചെയ്തിട്ടുള്ളതാണ് ഇയാൾ. ഇമോഷണലായിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല സാർ പരാതി തരും. അല്ല, അവരൊരു സ്ത്രീയല്ലേ, അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കണ്ടേ? ഒന്നില്ലെങ്കിൽ ഒരു 10-50 ദിവസം നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തല്ലേ? ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് പരമായി എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി അവർക്ക് ഇങ്ങനെ ലേബർ കോഡിൽ ബുക്കോട്ട് വരും അങ്ങനെയാണെങ്കിൽ. മാത്രമല്ല ഇതൊരു പോലീസ് സ്റ്റേഷനിൽ വന്ന് സെറ്റിൽ ചെയ്യേണ്ട ഒരു കേസല്ലല്ലോ സാറേ. எங்க போகணுமா அப்புறம்? அவ்வளோதான் டிரான்சிஷன் போட்டாங்க. பிஜிஎம்ல டிரான்சிஷன் போடுறாங்க. பேக்ரவுண்ட் കാരണം മൊബൈലൊന്നും വിളിച്ചു. മൊബൈലൊന്നും വിളിച്ചു. ஓவர் தானே இதெல்லாம். அவருக்கு
நார்மலாக தானே கேட்குறாரு, மிரட்டி கூட கேட்கல அவரு. നിന്റെ ഓഫീസ് എവിടെയാണ്? ആ മലമ്പുള്ളി സാർ. നമ്മുടെ സ്റ്റേഷനിൽ പറ്റില്ലാണോ? അതെ സാർ. നിന്റെ ഓഫീസിൽ എന്തൊക്കെ റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത്? സാർ മാൻ പവർ കൺസൾട്ടൻസി സാർ. ആളുകളെ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നതാണ്. നീ കമ്പനിയുടെ ആരാണ്? സാർ ഞാൻ ഷിൻഡോ മാനേജിംഗ് ഡയറക്ടറാണ് സാർ. ഇതാരാണ്? സ്റ്റഫൻ സാർ. നിന്റെ ഓഫീസിനകത്തുള്ള എല്ലാ ഡോക്യുമെന്റ്സും എനിക്കിവിടെ കിട്ടണം 10 മിനിറ്റിനുള്ളിൽ. സാർ ഞാൻ നീ പോകണ്ട, നിന്റെ സ്റ്റാഫിനോട് ഇടിപ്പിക്കും. സാർ ഓട്. കൂടുതൽ സംസാരമില്ല. சாஃப்டாக ஹேண்டில் பண்ணலான்னு பார்த்தா அவனுங்களே ஆப் வச்சுக்கிட்டானுங்க அவனுங்களுக்கு. സാറേ നമ്മുടെ ഷാള പോലീസ് 2 ഫ്രീക്കന്മാരെ പോക്കി. ആരോ വണ്ടിക്ക് നമ്പർ പ്ലേറ്റും ഇല്ല ഹെൽമെറ്റും ഇല്ല. അമ്മരണ്ട് വിളി. ஆஹா யாரும் ஆனா போலீஸோட கஷ்டம் போலயே. ஆமாம். എന്താണ് നിന്റെ പേര്? ശരത്താൻ. നിന്റെ സുജിത്ത്. വീട് എവിടെയാണ്? ഇവിടെ കുമ്പളല. കുമ്പളങ്ങി എവിടെ? ഇല്ലിക്കാഞ്ചിന് പടിഞ്ഞാറ്. നിന്റെ പള്ളുരുത്തി വേളി. എന്താണ് പണി രണ്ടാൾക്ക്? ടൈൽസിൻ്റെ. എന്താണ് അച്ഛൻ്റെ പേര്? സുരേന്ദ്രൻ. കുഞ്ഞപ്പൻ. എന്താണ് അച്ഛൻ്റെ പണി? കൺസ്ട്രക്ഷൻ വർക്ക്. നിന്റെ 12 മണിയാണ് സാർ. ഇവൻ്റെ അച്ഛനും 12 മണിയാണ്. രണ്ടുപേരുടെ ലൈസൻസ് എന്തേ? സാറിൻ്റെ കൊടുത്തേക്കണം. ഏത് സാറിൻ്റെ? സാറിൻ്റെ അവിടെ ചെന്നു. എന്ത്? ആ നിന്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് എന്തിട്ടാ? ക്ലാം പൊടിഞ്ഞു. നിന്റെ സ്ക്രൂ പോയി സാറേ. കേറി കയറി എങ്ങോട്ടാണ് വരുന്നത്? ഞാൻ ചോദിച്ചത് നിങ്ങളുടെ രണ്ടുപേരും നമ്പർ പ്ലേറ്റ് ഒരുമിച്ച് എന്ത് പറ്റിയെന്നുള്ളതാണ്. ഡോ ഇവരുടെ പേരിലെ 1 മിനിറ്റ് ചാർജ് ചെയ്യണം. എൻ്റെ ആ 2 ബൈക്ക് എടുത്ത് ബാക്കിലെ ചാണകപ്പൊടി ഇട്ടേക്ക്. സാർ എൻ്റെ മൂലിക്ക് മാറ്റി തമ്മാരെ ഓടാ. എനിക്ക് വേണ്ട. செம்ம டேரர் பீஸாக இருக்காரு. ஆக்ஷன் ஹீரோ பிஜு. മരിയ ആ കൊച്ചു സാർ എല്ലാ പേപ്പേഴ്സും ഉണ്ട് സാർ. പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? സാർ കമ്പനി ആക്ടും കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് സാർ. കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് അല്ല, നീ വിദേശത്തേക്ക് ആളെ കയറ്റിക്കുന്ന കമ്പനി അല്ലേ? അതെ സാർ. അതിന് പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് സർട്ടിഫിക്കറ്റ് വേണം. അതുണ്ടോ? എന്നുണ്ട് സാർ. അതിനെക്കുറിച്ച് അവൻ ആദ്യമായിട്ട് കേൾക്കാൻ തോന്നുന്നു സാർ. ഒരു ഒന്നും അറിയാതെ മുറിയും വാടകയ്ക്ക് എടുത്ത് കമ്പനി തുടങ്ങി MD എന്ന് പറഞ്ഞിരുന്നോളും നാട്ടുകാരെ മുഞ്ചിക്കാൻ. എടാ ഇവരുടെ ഒരു അന്വേഷണം നടത്തണം. ഇവൻ എത്ര പേരെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വിദേശത്തേക്ക് കയറ്റി അയച്ചു നീ അന്വേഷിക്കണം. ഇവന്റെ കമ്പനി ഷട്ടർ ഇട്ടേക്ക്. ഇവന്റെ പേരിൽ FIR എടുത്ത് റിമാൻഡ് ചെയ്യണം. സാർ ഈ ശമ്പളം കൊടുത്തോളാം സാർ. വേണ്ട, നീ ശമ്പളം കൊടുക്കണ്ട. സാർ എൻ്റെ കല്യാണം മത്സരമാണ്. നിന്റെ കല്യാണം മുടക്കട്ടടാ. നിനക്കെതിരെ വഞ്ചന കൂട്ടത്തിനെ കേസ് എടുക്കും. എന്റെ ഒരു ഷഡ്ഡിപ്പുറത്ത് നിർത്തും. പത്രക്കാരെ വിളിച്ച് ഫോട്ടോ എടുത്ത് പത്രത്തിനും കൊടുക്കും. അങ്ങനെ എന്റെ കല്യാണം മുടക്കട്ടെ, ആ പെണ്ണുങ്ങൾ രക്ഷപ്പെടട്ടെ. സാർ സാർ ഞാൻ ശമ്പളം കൊടുത്തു. 17,000 രൂപ ഞാൻ കൊടുത്തോളാം സാർ. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. നിന്റെ അടുത്ത് മാന്യമായ ഭാഷയിൽ ഞാൻ പറഞ്ഞു മര്യാദക്കുള്ള ശമ്പളം കൂടി സെറ്റിൽ ചെയ്യാൻ. അപ്പൊ നീ എന്താ പറഞ്ഞത്? ലേബർ കോടതി പോകാനല്ലേ? സാർ സാർ അത് ആ സമയത്ത് അങ്ങനെ. എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം. പാവപ്പെട്ട ആൾക്കാരുടെ ജില്ലാ കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും എല്ലാം ഈ പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ എന്ത് കേസിനും പരിഹാരം ഉണ്ടാവും. എന്ത് തരം കൊട്ടേഷനും നമ്മൾ എടുക്കും. മനസ്സിലായല്ലോ? നമുക്ക് ശമ്പളം കിട്ടിയാ പോരെ? എടാ സെറ്റിലേക്ക് ഇപ്പൊ തന്നെ. மாஸ் பண்ணிட்டாரு. ஏன்னா ஓவரா பேசக்கூடாது. இல்லை அவர் எவ்வளோ சாஃப்டாக ஹேண்டில் பண்ணாரு ஃபர்ஸ்ட் எடுத்தோடனே. சரி கொடுக்குறேன்னு சொல்லிட்டு முடிச்சுட்டு போயிருக்கலாம். ஃபோன் வரீங்க எனக்கு. ஓடு. அந்த மூமெண்ட்டுக்கு அவங்க ப்ரெஷர் ஆகிறாங்கல்ல, அது எவ்வளோ தெரியுமா அவங்க உடம்ப பாதிக்கும். ஏன்னா அவங்க டென்ஷனாக இதான் பண்ண ரேஷத்தை டீல் பண்ணணும். பாவம். സംഗതി ഇത്തിരി സീരിയസാ. നമുക്കിട്ട് കോൾ ചെയ്യണോ സാറേ? കൊച്ചിനുള്ള പരിക്കുണ്ട്. വണ്ടി എടുക്കും. അപ്പോൾ ജനറൽ ഹോസ്പിറ്റൽ இப்போ அந்த நாய் கடிச்ச கேஸா? ஏன்னா மித்த ஜாப்லாம் பர்சனல் கனெக்ட் பண்ணிக்க தேவையில்லை. இந்த ஜாப்லாம் அவங்க ടെൻഷൻ ആയിരിക്കണം. ഹലോ ഹലോ, ഇവங்க தான் സാറേ. അല്ല, ഞാനൊരു കേസിന്റെ ആവശ്യത്തിന് ജനറൽ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ വേറെ ആൾക്കാരുണ്ടോ? ഉണ്ട്, പോലീസുകാരുണ്ട്. എന്താണ് പറയും? ഒന്നുമില്ല, തിരക്കിലാണെങ്കിൽ പിന്നെ വിളിച്ചാൽ മതി. എവിടെയാണ്? വീട്ടിലാണോ? വൈകുന്നേരം വിളിക്കൂ. ശരി, ഞാൻ വൈകിട്ട് വിളിക്കും. அப்பப்போ டென்ஷன் ஆனால் இப்படி ரிலாக்ஸ் பண்ணி வரும் போல. ഡോക്ടറെ ആ പട്ടിയുടെ ചോദിച്ചാൽ എങ്ങനെയുണ്ട് ഇപ്പോൾ? ഡീപ്പ് ലാസറേറ്റഡ് വൂണ്ടാണ്. പിന്നെ കുട്ടിയുടെ വലത് കൈയിൽ ഒരു പൊട്ടലുണ്ട്. അത് ചിലപ്പോൾ കുട്ടി ഓടി വീണപ്പോൾ പറ്റിയതായിരിക്കും. കുട്ടിയുടെ പേരൻസുമായിട്ട് സംസാരിച്ചപ്പോൾ ഇതൊരു സ്ട്രേ ഡോഗ് അല്ല, ആരോ പട്ടിയെ വിട്ട് കടിപ്പിച്ചു എന്നാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. ஏன் அது மாதிரிலாம் பண்ணணும்? ஐயோ. എന്താ സംഭവിച്ചത്? എന്റെ പൊന്നു സാറേ, ഞാൻ രാവിലെ കൊച്ചിനെ സ്കൂളിലോട്ട് അയച്ചതാ. കിടക്കുന്ന കിടപ്പുണ്ട് സാറേ. എന്താ മോളെ സംഭവിച്ചത്? സ്കൂളിൽ പോയപ്പോൾ
അവിടെ പാവികളാ. അത്രയ്ക്ക് കടിച്ചു കയറി ചാകേണ്ടതായിരുന്നു. ഒരു ദൈവാലയം കൊണ്ട് ഞാൻ ചെന്നില്ലെങ്കിൽ കൊച്ചിന്റെ കഥ കഴിഞ്ഞത് തന്നെ. പിള്ളേരായ പൂ കണ്ട പറിക്കും മാങ്ങണ്ട എറിയും. അതിനിങ്ങനെ പട്ടിനെ വിട്ട് കളിപ്പിക്കാന്ന് വെച്ചാ എന്റെ കൊച്ചിന്റെ അവസ്ഥ എന്താ? ഇവരുടെ മൊഴി എടുക്കണം. ശരി സാർ, നിങ്ങൾ സമാധാനമായിട്ടിരിക്കും, നമ്മളത് വേണ്ട ചെയ്തോളാം. എന്നിട്ട് അങ്ങനെ ഒരു കൂസം ഇല്ലാതെ നിൽപ്പുണ്ടായിരുന്നു. മര്യാദകളാണെങ്കിൽ ഈ കൊച്ചിനെ എന്നാ പറ്റിയ നിങ്ങൾ നോക്കണ്ടോ? ഇത് തിരിഞ്ഞു പോലും നോക്കിയില്ലെന്ന്. സാർ, ഈ സാംസൺ തരംഗ് എന്ന് പറഞ്ഞൊരുത്തനാ കാലായിൽ നിന്ന് അവന്റെ വീട്ടുവരെ അവന്റെ കോമ്പൗണ്ടിന് മുമ്പിലാണ് ഇഷ്യൂ നടന്നത്. ഇവരെ സാറെ കൊണ്ടുവന്നത്. സാർ ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണ്. 2 മാസം മുമ്പ് മീൻ വിൽക്കാൻ വന്ന ഒരു പെണ്ണുമ്പിള്ള ഇതേപോലെ പട്ടി ഇട്ട് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സാർ ഇയാൾക്ക് പൈസയും സ്വാധീനമൊക്കെ ഉള്ളതിന്റെ ഒരു അഹങ്കാരമാണ്. அவ்வளோதான் சொல்லிட்டாலே முடிஞ்சது. വീട് திமிரு தானே இதெல்லாம். என்ன ஒரு மாம்பழத்துக்கு நாய் விட்டு கடி வைப்பாங்களா? ഈ അലവരാതിനെ ഞാനവിടെ കണ്ടിട്ടുണ്ടോ സാറേ? ഇത് പൊറ്റക്കുഴി ജോസ് സാറ് സ്റ്റേഷനിൽ തേങ്ങക്കിരിയാന്ന് പറഞ്ഞ മറ്റേ പോസ്റ്റർ എഴുതി ഒട്ടിച്ചതില്ല. സ്വന്തം അപ്പനെതിരെ പോസ്റ്റ് ഒട്ടിക്കുന്നതിനാ. നമസ്കാരം സാർ. നമ്മൾ തമ്മിൽ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. DNCയുടെ യൂത്ത് വിംഗ് പ്രസിഡന്റ് പൊറ്റക്കുഴി ജോസ്. എനിക്കറിയാം. SI ബിജു പോലോസ്. ഇവിടുത്തെ പട്ടി ഏതോ പിള്ളേരെ കമ്മിയെന്നോ എന്തൊക്കെ പറഞ്ഞ് നാട്ടുകാർ ഭയങ്കര ചൊറിച്ചില്. നമ്മുടെ അച്ചായൻ്റെ കാശടിച്ച് മാറ്റാനുള്ള വിളവാന്നേ. അച്ചായനോ? സാംസൺ തരകൻ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. അച്ചായൻ്റെ ഭാര്യ. സാംസൺ സാർ എന്തി He's not here. What's the problem? എവിടെ പോയി? He keeps traveling. അറിയില്ല. അയാളുടെ നമ്പർ എന്ന് പറഞ്ഞു. Number 9826330848. പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാങ്ങാ മുഴുവൻ വിളഞ്ഞെടുക്കണം. ഇത് മോഹൻ്റെ മാങ്ങയല്ലേ അവന് സാറേ? ഇത് പ്രിയൊരു കണ്ടറിഞ്ഞു മൂക്കണേന് മുമ്പ് പറിക്കണം, അല്ലെങ്കിൽ പുഴുക്കുച്ചു വരും. വീട്ടിലുണ്ട്. ഹലോ, സാംസൺ തരകനല്ലേ? ഞാൻ ടൗൺ SI ബിജു പോലോസ് ആണ്. നിങ്ങൾക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരും. ബാംഗ്ലൂരോ? എപ്പോ വരും? ബാംഗ്ലൂർ അല്ലയോ? അച്ചായൻ എപ്പോഴും അങ്ങനെ ടൂറില്ല. ഇപ്പൊ രാവിലെ നമ്മൾ കണ്ടിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചു ചോദിച്ചാൽ പറയും ജപ്പാനിലാണ്. ജപ്പാൻ. എടാ, ഇതാണ് അവൻ്റെ നമ്പർ. ആ സൈബർ സെല്ലിൽ വിളിച്ചിട്ട് അവൻ്റെ പേഴ്സണൽ ലൊക്കേഷൻ എടുക്കാൻ പറഞ്ഞു. സാറേ, ഇതാ അവൻ്റെ ഫേസ്ബുക്ക് പേജ്, സാംസൺ തരകൻ. അടിപൊളി. ഓന്ത് വിലാടി നിൽക്കാം മച്ചാ. ഹലോ, സൈബർ സെല്ലിൽ നിന്നാ സാറേ. കോഡ് 103. അതെ, ഞാനിപ്പോൾ ഓഫീസിലില്ല. അതൊന്ന് ഡീകോഡ് ചെയ്ത് പറയാമോ? അത് മഹാരാഷ്ട്ര അടുത്തുള്ള ടവറാണ്. ഓ, ശരി ശരി, ഓക്കെ. അവൻ എറണാകുളത്ത് തന്നെ ഉണ്ട്. മഹാരാജാസിൻ്റെ അടുത്തുള്ള ടവറാണെന്ന് പറഞ്ഞു. സാറേ, ഈ മഹാരാജ് കോളേജിൻ്റെ അടുത്ത് 2 ക്ലബ്ബുണ്ട്. മിക്കവാറും അവൻ അവിടെ കാണും. മറ്റേ ക്ലബിലോ? എന്നാ അങ്ങോട്ട് പോകാം. അവിടെ ഇല്ല സാർ. സാറേ, നമുക്ക് മറ്റേ ക്ലബ്ബിൽ പോയി നോക്കാം. അപ്പോൾ നിങ്ങൾ പോയി നോക്കിട്ടോ. ഞങ്ങളൊരു ഓട്ടോയ്ക്ക് പോലെ സാറേ. വണ്ടി കിടക്കണം. റെഡ് വണ്ടി, ട്രിപ്പിൾ നയൻ. അവന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ബ്ലാക്ക് കോഡ് ട്രിപ്പിൾ നയൻ. കുറെ വണ്ടികളുണ്ടെന്നേ. ഇവനെന്താ പരിപാടി അപ്പോ? ആ വരുന്നവനാ. ആ വെളുത്ത ബുൾഗാന്താടി, ആ കുളിംഗ്ലാസ് വെച്ചു. വിളിക്കും സാറിന് വിളിക്കും. അവന്റെ ഒരു പൂക്കള് ഷർട്ടും ബുൾഗാന്താടി. ഹലോ. ആ സാറേ, അവനോടല്ലേ? പുറത്തോടെ ബ്ലോക്ക് ചെയ്യണം കേട്ടോ. பெங்களூரு திருச்சாடி பேசிக்கிட்டு கேட்க போட தூக்குறாங்க. ஜோதி சார்ஜ் பண்ண எவ்வளோ கேஷுவலாக நினைக்கிறாரு. தட்டத்தின் மறைவிலே இருந்தார்ல. ഇവിടെ തന്നെ ഉണ്ട്. മസാജ് ഒക്കെ ചെയ്യാൻ പോവാണെങ്കിൽ ബാങ്കോക്ക് ഇവിടെ എന്തോന്ന് മസാജ് പശുപാലൊക്കെ അല്ലാതെ ഒരടിപൊളി സ്ഥലമുണ്ട്. അതെന്താ? ഞാൻ ബിജു പോലോസ്, ടൗൺ SI ആണ്. സാർ ഒരു കൊച്ചിനെ പട്ടിയെ വിട്ട് കടിപ്പിച്ചെന്ന് പറഞ്ഞൊരു പരാതി കിട്ടിയായിരുന്നു. അപ്പോൾ അതിന്റെ കാര്യത്തിന് ഞാൻ കുറച്ച് മുമ്പ് സാറിനെ വിളിച്ചായിരുന്നു. അപ്പോൾ സാറ് ബാംഗ്ലൂരാണെന്നാണ് പറഞ്ഞത്. ഏത്? ഞാനിവിടെയൊക്കെ പോകും, നിങ്ങളോട് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. നിർവാ വണ്ടി വരൂ, നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോവാം. അല്ല, നിങ്ങൾ പോയിക്കോ, ഞാൻ എൻ്റെ വണ്ടി വന്നോളാം. താൻ എന്താണ് കാണിക്കുന്നത്? എനിക്ക് അഡ്വക്കേറ്റിന് ഫോൺ ചെയ്യണം. പിന്നെ നിന്റെ അഡ്വക്കേറ്റ് தம்பி ஆட்டினோட காமிக்கிற உட்காரு பின்னாடி பக்கம். இப்போ தெரியுது இந்த மூவி எதுக்கு ஹைப் பண்ணாங்கன்னு. ஆனால் பாவ குத்து வாங்கிட்டாரே. செல்ல போய் போட போறான்னு நினைக்கிறேன். ஷார்ட்ல இருக்காருன்னு நினைக்கிறேன் அவரு. പാവപ്പെട്ടൊരു കൊച്ചിനെ പട്ടിയെ വിട്ട് കടിപ്പിച്ചതിന് നിന്റെ അടുത്ത് സ്റ്റേഷൻ വരെ വരാൻ പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞേ? ഐ മീൻ മീറ്റിംഗ്, ഐ മീൻ ബാംഗ്ലൂർ അല്ലേ?
ബാംഗ്ലൂരിനേക്കാൾ നല്ലൊരു സ്ഥലത്തേക്ക് നിന്നെ ഞാൻ സുഖവാസത്തിന് അയക്കുന്നുണ്ട്. അതിന് കുറച്ചുകൂടി ചടങ്ങുകൾ ബാക്കിയുണ്ട്. കുപ്പി നിറയെ ഭൂതം പോലെ ഇപ്പോൾ കൊറോണമാർ വിളിക്കും അവന് വേണ്ടിയിട്ട്. ആ ഫോൺ എടുത്ത് മാറ്റി വെച്ചത്. ഫയർ മോഡ്. ഇന്ന് തന്നെ റിമാൻഡ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. സാർ ഈ പട്ടി അടിച്ചതിന് ഏത് വകുപ്പിടും സാർ നമ്മൾ? എടാ നിനക്ക് എത്ര വർഷത്തെ സർവീസ് ഉണ്ട്? 20. നീ ഇന്ത്യൻ പീനൽ കോഡ് എന്നുള്ള പുസ്തകം കണ്ടിട്ടുണ്ടോ? ഇതിലെ സെക്ഷൻ 324 എന്ന് വായിച്ചേ. Whoever voluntarily causing hurt by dangerous weapons or means. സ്വേച്ഛയ ആരെങ്കിലും ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ, എന്തുകൊണ്ട്? അപകടകരമായ ആയുധങ്ങളാലോ ഓർ ബൈ മീൻസ് മറ്റ് മാർഗങ്ങളാൽ. എന്തൊക്കെയാണ് മറ്റ് മാർഗങ്ങൾ? By means of any instrument for shooting. തോക്ക് കൊണ്ടുള്ള വെടി. Stabbing or cutting or any instrument which used as a weapon. കുത്തുകയോ വെട്ടുകയോ ചെയ്താൽ. Or by means of fire or any heated substance. തീയോ ചൂടുള്ള എന്തെങ്കിലും പദാർത്ഥം കൊണ്ടുള്ള ഉപദ്രവം. Or by means of any substance which it is dangerous to the human body to inhale, to swallow or to receive into the blood. ശരീരത്തിന് ഹാനികരമായ എന്തെങ്കിലും പദാർത്ഥങ്ങൾ രക്തത്തിൽ കലർത്തുകയോ ശ്വസിക്കാൻ കൊടുക്കുകയോ വിഴുങ്ങാൻ കൊടുക്കുകയോ ചെയ്താൽ. ഇനി അവസാനത്തെ വായിക്കേ. Or by means of any animal. Or by means of any വിട്ട് കടിപ്പിച്ചാലും ഈ സെക്ഷൻ വരും. മനസ്സിലായോ? കൂടാതെ കൈക്ക് പൊട്ടലുള്ളത് കൊണ്ട് സെക്ഷൻ 326 വരും. അവനെ നമ്മൾ അടപടല പൂട്ടും. 324 ഓക്കെ ബിജു. നമസ്കാരം സാറേ, ഞാൻ പ്രസ് ക്ലബിന് മുമ്പിലുണ്ട്. അതെ, ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ട്. ஸ்ட்ராங் ஆக்கிறதுக்காக பிரஸ்க சொல்றாருப்பா. வெள்ள வரக்கூடாதுன்னு அங்கே நிக்க வச்சு போய். என்ன 3 பேர் ஒரே மாதிரி இருக்காங்க? എംഎൽഎ ആണല്ലോ. ഹലോ സാറേ, ഞാൻ എംഎൽഎ KC വർഗീസ് ആണ്. അവിടെ സ്റ്റേഷനിൽ സാംസൺ തരകൻ എന്നൊരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? സാറേ, ഏതാ സ്കൂൾ കുട്ടിയെ പട്ടിയെ വിട്ട് കടിപ്പിച്ച കേസാണ്. ഇതെനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. ഓ, സാറിനാളെന്ന് അറിഞ്ഞില്ലായിരുന്നു. SI അതൊന്ന് നോക്കി കൈകാര്യം ചെയ്യണം. അല്ല, സാറിന് തന്നെ യുവജന പ്രസ്ഥാനത്തിലെ പിള്ളേരാണ് പരാതി തന്നേ. ജനം മൊത്തം അവനെതിരായിരുന്നു. മാത്രമല്ല കേസ് എടുത്തു പോയില്ല സാറേ. ഇവിടെയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ മീഡിയ മൊത്തം വന്നേക്കാണ്. ഇപ്പം സാറെങ്ങാനും വിളിച്ചു എന്ന് പറഞ്ഞാൽ സാറിന് തന്നെയാണ് അതിൻ്റെ ഒരു... അയ്യോ വേണ്ട വേണ്ട, ഞാൻ വിളിച്ചൊന്നും ആരും അറിയണ്ട. ആ സാംസറോട് മാത്രം വേറെ ആരും കേൾക്കാതെ ഞാൻ അവന് വേണ്ടി വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞേക്ക്. ഉപദ്രവമൊന്നും ചെയ്തേക്കരുത്. അയ്യോ ഇല്ലില്ല, ഞാൻ ഉപദ്രവിക്കുന്നില്ല സാർ. എന്നാ ശരി. ഓക്കെ സാർ. ഫോണെ വെച്ചോനെ അടിക്കുമ്പോ ഇത് MLA നിനക്ക് വേണ്ടി ശുപാർശ ചെയ്തുള്ള പ്രത്യേക ഉപഹാരമാണ്. ആ സാംസന്റെ വക്കീലൊന്നുണ്ട്. അയ്യോ இதுக்கு ஒரு அடி விழுமே. ஆக்சுவலி டிரான்சிஷன் ஆகுறாங்க பாரு, கோபப்படுறாங்க, காம் டவுன் ஆகுறாங்க, ரொம்ப கஷ்டம். ഞാൻ സാംസൺ തരകന്റെ അഡ്വക്കേറ്റാണ്, ജയകൃഷ്ണൻ. നിങ്ങൾ ഒറ്റക്കിഴി, ജോസ് ഒറ്റക്കിഴി. ഒന്ന് പുറത്തേക്ക്, ഞാൻ ആവശ്യം വിളിപ്പിക്കാം. സാറേ, പറഞ്ഞതുപോലെ പട്ടിയെ അഴിച്ചു വിട്ട് കടിപ്പിച്ചൊന്നുമല്ല. പട്ടിയല്ലേ അഴിഞ്ഞു പോയത്. അങ്ങനെയൊന്നല്ല വക്കീലേ, അത് കൃത്യമായിട്ട് കണ്ടവരുണ്ട്. നമ്മൾ കൊച്ചിൻ്റെ അമ്മയുടെ അവിടെ കണ്ടുന്ന ആൾക്കാരൊക്കെ മൊഴി എടുത്തിട്ടുള്ളതാണ്. ഏതൊക്കെയാണ് വകുപ്പുകൾ ചാർജ് ചെയ്തിട്ടുള്ളത്? 324, 326. ഈ 326 എടുത്ത് മാറ്റാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ റിപ്പോർട്ട് പ്രകാരം കൊച്ചിന് നല്ല പരിക്കുണ്ട്. അപ്പർ എൽബോയ്ക്ക് പൊട്ടലുണ്ട്. ഇവന് വല്ല മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? ആ കൊച്ചിൻ്റെ അവസ്ഥ ഒന്ന് കാണണം. വക്കീലിൻ്റെ മകൾക്കാണ് ഈ പ്രശ്നം വരുന്നതെങ്കിലോ? അത് ശരിയാണ്. എപ്പോഴാണ് കോടതി കൊടുക്കുന്നത്? ഓപ്പൺ കോടതി കൊടുക്കുകയാണെങ്കിൽ ഉപകാരമായിരുന്നു. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ശരി. MLAയുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞില്ലായിരുന്നു? ഇവിടുത്തെ യൂത്ത് വിങ്ങിൻ്റെ പ്രസിഡന്റ് ഞാൻ. ഓ, നമുക്കറിയാലോ സാർ, വേണമെങ്കിൽ നമുക്ക് ഇത് കോമ്പൻസേഷനൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. വേണമെങ്കിൽ ഹോം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് കാര്യമുള്ള കാര്യമല്ലോ സാർ. ഞാൻ വിളിപ്പിക്കാം പുറത്ത്. ഒരു കാരണവശാലും വെള്ളം വെള്ളിയിട്ട് അലവരാതിനെ കയറ്റിവിട്ടേക്കരുത് കേട്ടോ. ഒരു കാരണവശാലും വേറെ ആരും കാണാമെന്നുണ്ട്. സാറേ, ഫ്രീക്കന്മാരുടെ ഷട്ടിൽ വന്നിപ്പെട്ടു. ആ മടി. എടാ, നീ ഇവർ ആരാണ്? ചേട്ടനാ സാറ്, കുഞ്ഞമ്മയുടെ മോനാണ്. ഇവന്മാർ നല്ല പിള്ളേരെ, കുഴപ്പമൊന്നുമില്ല പിള്ളേർ. നീയാണ് ഇവന്മാരെക്കാളും വലിയ കുഴപ്പക്കാരൻ. നിന്റെ ജാമത്തിലൊരു കാര്യം വരൂടാ. രണ്ടുപേർക്ക് നമ്പർ പ്ലേറ്റ് ഒരേ സമയത്ത് ഇല്ലാതിരിക്കുക. എടാ, കഴിഞ്ഞ ദിവസം പനമ്പള്ളി നഗറിൽ നിന്ന് മാല പൊട്ടിച്ച് നിങ്ങളല്ലേ? സൈസ് എടുക്കാറില്ല സാറേ. സൈസ് എടുക്കാറില്ല. ഇത് എന്താണത്? രസയോട് സംസാരിക്കുന്ന പാസ് ചെയ്ത് ഭാഷ നീ എന്താ കേട്ടെ? നീ എന്നെ പഠിപ്പിക്കാണോ? നീ എന്തോരം പഠിച്ചു? +2. അതെ, IT നീ പാസ്സായോടാ? ഫുള്ളായിട്ട് പോയില്ല സാറേ. +2 പാസ്സായിരുന്നു. +2 തോറ്റു, IT പാസ്സായിട്ടില്ല. അപ്പോൾ ഇതെന്നാ പണി? വൈകിട്ട് നമ്പർ പ്ലേറ്റ് അയച്ചു മാറ്റി ഹെൽമെറ്റ് ഇറങ്ങിക്കോളും മാല പൊട്ടിക്കാൻ. നമ്മ ഹെൽമെറ്റ് വെക്കാറില്ല. എന്താണ്? മുടിക്കാ പൂറാവും സാറേ. ഹെൽമെറ്റ് വെച്ചാലേ മുടി ഷോ പോയി പോന്ന് പറഞ്ഞു. നിന്റെ മുടി കഴിച്ചേ.
ഈ ജാതി കോലം കെട്ടി നടക്കാനാണ് അമ്മമാർക്ക് ഈ പൈസ വേണ്ടത് എടാ. ഇല്ല സാറേ, നമ്മൾ ടൈൽ പണിയൊക്കെ എടുത്തിട്ട് അതിൽ കിട്ടണ വരുമാനം കൊണ്ട് ജീവിക്കണം. ഒരു ദിവസം ടൈൽസ് കൊണ്ട് കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും? 10,000 കിട്ടുന്ന എനിക്കൊരു ദിവസം എന്തെങ്കിലും ഉണ്ട് 100 രൂപ പെട്രോള്, പിന്നെ ചായ കൂടി, ഭക്ഷണം കൂടി ഒരു 125 രൂപ അതും വരും. അപ്പോൾ ഈ 225 രൂപ പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര പൈസ ഉണ്ടാവും നിൻ്റെ കയ്യിൽ? ഒരു 700 ആയിരിക്കും. 700? നീ എന്നോട് ചോദിക്കണേ? നീ ഒന്ന് ഇരുന്ന് ആലോചിച്ച്. അവിടെ അല്ല, പിന്നെ കാണിച്ചു കൊടുത്ത് എങ്ങനെയാണ്? 700. സാംസന്റെ റിമാൻഡ് റിപ്പോർട്ട് റെഡിയാണ്. അവനെ മെഡിക്കലിൽ കൊണ്ടുപോണ്ടേ? അങ്ങോട്ട് വിളിക്കും. 600 അല്ലോ. 600? പള്ളിക്കൂടത്തിൽ പോയി മര്യാദയ്ക്ക് പഠിക്കണമായിരുന്നു. ദേ ഇതിന് ഉത്തരം പറഞ്ഞാൽ വിടാം. 665. സാർ ടെൻഷനായി പോകണ്ട, ഒരു കണക്ക് കൊടുത്തരും സാറേ. ആ നമസ്കാരം സാംസൺ സാറേ, നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ പോവാണ്. ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ചോദിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അതായത് പോലീസ് തല്ലിയോ എന്നുള്ളതാണ്. അപ്പോൾ സാർ എന്ത് പറയും? തല്ലില്ല എന്ന് പറയും അല്ലേ? അഥവാ നിന്നെ തല്ലിയെന്നോ നിനക്ക് വേദനയുണ്ടെന്നെങ്ങനെ നീ പറഞ്ഞാൽ നിന്നെ പിന്നെ ജഡ്ജിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഡോക്ടറിൻ്റെ കാറിലല്ല, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടിയിലാണ്. വണ്ടിയിൽ വെച്ച് ഞാൻ നിനക്ക് കുറച്ചും കൂടി മരുന്ന് തരും, എന്നിട്ട് ഓടുന്ന വണ്ടിയിൽ തള്ളി താഴിടും. കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതിന് ഒരു കേസ് കൂടി നിന്റെ പെടലേക്ക് വെച്ച് തരും, അതും നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മാത്രം. പുള്ളി ഒരു സ്ട്രേറ്റ് ഓഫീസർ ആയതുകൊണ്ട് ആര് പറഞ്ഞു കേൾക്കുന്നില്ല. എന്നാ സ്ട്രീറ്റാന്നാ? ഇതൊക്കെ ചുമ്മാ ജാടയില്ലയോ? എൻ്റെ വക്കീലെ ഞാനൊന്ന് ആഞ്ഞു പിടിച്ചാൽ നാളെ ഈ കസാരയിൽ ഇങ്ങനെ ഉണ്ടാവില്ല. ബെയിലിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ലെന്ന് നമ്മളിപ്പം ഹോം മിനിസ്റ്റർ ഓഫീസിൽ വിളിച്ചു, അതൊക്കെ നമുക്ക് ഡീൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സാറേ അപ്പം നമ്മളെ കാര്യം രണ്ടുപേരുടെയും വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഇവിടെ വെച്ച് തന്നെ ശരിയാക്കണം. ശരി. മുടിയും വെട്ടി വൃത്തിയായി ഹെൽമെറ്റ് വെച്ച് അടക്കാവും. ശരി. മനസ്സിലായല്ലോ? വക്കീൽ ജാമ്യം എടുത്ത് അങ്ങോട്ട് വരും. ഇനിയിപ്പോൾ പട്ടിയെ വിട്ട് കടിപ്പിച്ചെന്ന് പറഞ്ഞാൽ എന്നാ? മനുഷ്യനെ തല്ലി കൊന്നിട്ട് ഇവിടെ കേസില്ല, പിന്നെ ഇത് ചുമ്മാ വിളച്ചില്ലാന്നേ. രണ്ടുപേരെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. തൽക്കാലം ഫൈൻ അടച്ചിട്ട് പോ. സാറേ, ഞാൻ കുറച്ചു നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു, വിളിച്ചില്ല. ഇതിൽ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇതൊക്കെ അത്ര വലിയൊരു കേസാണോ സാറേ? ചുമ്മാ ഇത്രയും ബലം പിടിക്കും? എത്ര കൊമ്പ് വെച്ച പോലീസുകാരനാണേലും രാഷ്ട്രീയക്കാരാണ്, അതും ഭരണപക്ഷമാണ്, ഒരു ബഹുമാനമൊക്കെ കാണിക്കും. ഇപ്പൊ സാറിന് ഒരു ട്രാൻസ്ഫറിന്റെ ആവശ്യമൊക്കെ വന്ന ഞങ്ങളൊക്കെ തന്നെ വേണ്ടേ എന്ന് പറഞ്ഞ് സാറിനെ സ്ഥലം മാറ്റിക്കളയും എന്നൊന്നും അല്ല. പരനാറി, നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കണ? ബോധം നിനക്ക് വേണം. ട്രാൻസ്ഫർ നീ ഉണ്ടാക്കും കുറെ. എടാ, പോസ്റ്റ് ഗ്രാജുവേഷനും എംഫിലും കഴിഞ്ഞ കോളേജ് അധ്യാപകനായിരുന്നു ഞാൻ. ആ ജോലി വേണ്ടെന്ന് വെച്ചാൽ എസ് ഐ ടെസ്റ്റ് ചെയ്ത് 1ാം റാങ്ക് മേടിച്ച് ഈ പഠിക്ക് വന്നതേ നിന്നെപ്പോലുള്ള ഊലാമ്പികൾക്ക് ചെറുക്കാനല്ല. വേണ്ടെന്ന് വെച്ചപ്പോ എനിക്ക് ആശന്റെ തല കയറി തരാൻ വണ്ടി വിട്ട് തള്ളം വേടാ. ഇനി നീ വലിയ വർത്തമാനം പറഞ്ഞ എന്റെ കാലെ പിടിച്ച വിത്തലടിക്കും. നിനക്കെന്റെ സ്വഭാവം അറിയാൻ പാടാത്തോണ്ടാണോ ട്രാൻസ്ഫർ? அவர் டென்ஷன் ஆகுறது நமக்கு டென்ஷன் ஆகுது. ஏதோ பல்ல கடிச்சிட்டு பேசுறாரு. நிவின் பாலியன் எப்படி எதிர்பார்த்தீங்க? நான் இந்த அளவுக்கு டெரர் பீஸா பார்த்தது இல்ல அவரை. அம்மா பயங்கர சீரியஸா நடிச்சிருக்காரு. டொம் புடிச்சு பேசுறாருப்பா. நீ பேரிட நிவின் കുറഞ്ഞ നമ്മളിനി ജഡ്ജിയുടെ അടുത്തേക്കാണ് പോകുന്നത്. ഞാനിട്ട വകുപ്പ് വെച്ചിട്ട് നിനക്ക് എന്തായാലും ജാമ്യം കിട്ടും. അതുകൊണ്ട് എനിക്കിട്ടൊന്ന് പണിതേക്കാന്ന് കരുതി നീ ജഡ്ജി എടുത്ത് വല്ലതും പറഞ്ഞ കോപ്പറേറ്റ് പண்றானோ கூட ഹെൽപ്പ് பண்ணி തപ്പിച്ചിടலாம். പ്രോസിക്യൂഷനെ വാദം കേൾക്കാതെ ജാമ്യം അനുവദിക്കാൻ സാധിക്കില്ല. For the reasons stated in the remand report, the accused is remanded to judicial custody for 15 days. സാംസോ, കോപ്പറേറ്റ് பண்ணல. ഇതിന് എന്ത് മനസ്സിലായി? ഒരു പോലീസുകാരൻ നെഞ്ചും വിരിച്ച് വട്ടം കയറി നിന്നാ തീരാവുന്നതേ ഉള്ളൂ നിന്റെ ബന്ധങ്ങൾ. കൈയോടെ കൂട്ടിട്ട് പോയി റിമാൻഡ് பண்ணி விட்டுட்டு வந்தான். All the best. ஓய்யோ, அந்த கேஸ் ஆரம்பிச்சு 2-3 மணி நேரம் கூட இருக்காதுன்னு நினைக்கிறேன். கையோட கொண்டு ஜெயிச்சிட்டான். சாக்லேட் பாய் ஆக்ஷன் பாய் ஆக்டாங்க. സാറേ പോലീസ് എനിക്ക് പേടിയാ. ഓടിച്ചോണ്ട് അയ്യോ ഉള്ളി സാറേ. ഒരാളെ തള്ളി ചതയ്ക്കാൻ വാട്ട് റൈറ്റ് യു ഹാവ്? നിങ്ങൾക്കെതിരെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഞങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശം. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് മുറവിളി കൂട്ടുന്നത്? ഞാൻ തല്ലിയെന്ന് പറഞ്ഞ് സമരത്തിന് മുമ്പിൽ നിൽക്കുന്നവൻ ഒരു ബോൺ ക്രിമിനലാണ്. നിങ്ങൾക്ക് അവൻ്റെ ഹിസ്റ്ററി വല്ലതും അറിയാവോ? ക്രിമിനൽ എന്ന് പറയുന്നത് പോലീസ് ഭാഷയാണ് സർ.
After all, he is a human being. You do not have any right to harass him. പോലീസ് സ്റ്റേഷൻ വരുന്നവരോടും പ്രതികളോടും മാന്യമായിട്ട് ബിഹേവ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഡി ജി പിയുടെ സർക്കുലർ ഉള്ളതല്ലേ? ഒന്നാലോചിക്കുമ്പോൾ മാഡം പറഞ്ഞ് വളരെ ശരിയാണ്. ഉദാഹരണത്തിന് ഇതാരാണ് മാഡത്തിന്റെ? My husband. എക്സാമ്പിൾ നല്ല നല്ല പറയാൻ. മാഡത്തിന്റെ ഭർത്താവും മാഡം കൂടി വൈകുന്നേരം നടക്കാൻ ഇറങ്ങുമ്പോൾ ഒരു അലവലാതി വന്ന് മാഡത്തിന്റെ നിതംബത്തിൽ കരുതലം അമർത്തി എന്ന് വിചാരിക്കുക. What? എന്ന് വെച്ചാൽ ചന്തിക്ക് പിടിച്ചു എന്ന് വിചാരിക്കുക. അപ്പം ഇരിക്കും പറഞ്ഞു തരട്ടെ. അപ്പോൾ കണ്ടു നിൽക്കുന്ന മാഡത്തിന്റെ ഭർത്താവ് ചോദിക്കാൻ ചെല്ലും. പുള്ളി ചോദിക്കാൻ ചെല്ലും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ മൂക്കിന് താഴെ മീശോളൻ എന്തായാലും ചോദിക്കാൻ ചെല്ലും. അപ്പോൾ അലവലാതി ചോദിക്കാൻ ചെന്നതേ നിങ്ങളുടെ ഭർത്താവിനോട്ട് കൊടുത്തിട്ടുണ്ടെണ്ണം. പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ ഞാൻ ഈ അലവലാതിയോട് ചോദിക്കുകയാണ്, അല്ലയോ മഹാനുഭാവ, താങ്കൾ അന്യപുരുഷന്റെ പത്നിയായ ഈ മഹതിയുടെ നിതംബത്തിൽ കരുതലം അമർത്തിയത് അങ്ങേയറ്റം മ്ലേച്ഛമായ പ്രവൃത്തിയല്ലേ? ഞാൻ താങ്കൾക്കെതിരെ നിയമ നടപടി എടുക്കുന്നതിൽ വിരോധമില്ല എന്ന് കരുതട്ടെ. ഇനിമേലിൽ താങ്കൾ ഇത്തരത്തിലുള്ള കുൽസിത പ്രവൃത്തിയിൽ ഏർപ്പെടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് സമാധാനത്തോടെ വിട്ടാൽ മതിയോ? അല്ല, മാഡത്തിന് അത് മതിയായിരിക്കും. പക്ഷെ സാധാരണക്കാരൻ ഇവനിട്ട് 2 ഇടി കിട്ടണമെന്ന് ആഗ്രഹിക്കും. ഇമാതിരി ടീമിന് എൻ്റെ കൈ കിട്ടിയ ഞാൻ അടിക്കും, നല്ല ഇടി ഇടിക്കും. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഞാനേ പള്ളിയിലച്ഛനല്ല, പോലീസുകാരനാണ്. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ പോലീസ് ഉള്ളതുകൊണ്ടും പോലീസിനെ കൈ കിട്ടിയ നല്ല ഇടി കിട്ടും എന്നുള്ള പേടിയുള്ളതുകൊണ്ടാണ് നിങ്ങളൊക്കെ രാത്രി കിടന്നുറങ്ങി ഇവന്മാരെ വാതിലും കുത്തി തുറന്ന് ബലാത്സംഗം ചെയ്ത് കൊള്ളടിച്ച് പോകാത്തത്. വിമൻ ഡെസ്ക്. അടുത്ത പ്രശ്നം ബേബി ബോധിപ്പിക്കുന്ന പരാതി. ആരാണ് ബേബി? ഞാനാണ് സാർ ബേബി. ഇത് എൻ്റെ പേര് മേരി എന്നാണ് സാറേ. ഇവക്ക് പോലീസ് സ്റ്റേഷനിൽ വരാൻ പേടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവക്ക് കൂട്ടുവന്നതാണ്. മേരിക്ക് പേടിയില്ല. എനിക്ക് പേടിയുണ്ട് സാറേ. ചെറുപ്പം മുതലേ എനിക്ക് പോലീസുകാരെയും പോലീസ് സ്റ്റേഷനെയും പേടിയാണ്. പിന്നെ ഇവളുള്ള ധൈര്യത്തിൽ ഞാൻ വന്നതാണ്. അതെ, നിങ്ങളിങ്ങനെ പോലീസിനെയും പോലീസ് സ്റ്റേഷനും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞങ്ങളുടെ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം എന്താണ് ഈ പ്രശ്നം? എന്താണ്? കനകാംബരൻ അല്ലേ? കനകാംബരൻ ഞങ്ങളുടെ അയലന്തരത്തുകാരനാണ് സാറേ. അവൻ രാവിലെ എൻ്റെ ഭർത്താവും മക്കളും വയ്ക്കുമ്പോൾ അപ്പം കുളിക്കണം. കുളിക്കുന്നത് തെറ്റല്ലോ. കുളിക്കാണ്ട് കുഴപ്പമില്ല സാറേ. വെയിൽ കിട്ടിയിട്ടില്ല, അത് കെട്ടൂല. കുളിമുറി കെട്ടാൻ പറഞ്ഞാൽ അത് കെട്ടൂല. അവൻ ഞങ്ങളുടെ വീടിൻ്റെ മറ്റേ വന്നത് കുളിക്കണം. എല്ലാം കാണിച്ചു തന്നുകൊണ്ടാണ് അവൻ കുളിക്കുന്നത്. അങ്ങോട്ട് നോക്കണ്ടിരുന്നാ പോരെ? നോക്കാതിരുന്ന ശൂശൊന്നും വിളിക്കുമല്ലോ. ഇവന്റെ വീട്ടിൽ ആരുമില്ല, ഈ ഭാര്യ പിള്ളേർ അങ്ങനെ ആരും? അവൻ എല്ലാവരും ഇങ്ങനെ കാണിച്ച് അവന്റെ ഭാര്യ ഇട്ടേച്ചും പോയി കളഞ്ഞു. ഇവനെന്താ വല്ല വട്ടുണ്ടോ? ഇവനെങ്ങനെയാണ് കാണാൻ? എങ്ങനെയാണ് കാണാൻ? പൊക്കം കുറഞ്ഞ് കറുത്തിട്ടൊരു മാക്കാച്ചിനെ പോലെ കാണാനല്ലേ. കാണാനൊന്നും കൊള്ളിയല്ല സാറേ. ഓ, കാണാൻ കൊള്ളായിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. அவங்களை கம்ஃபர்டபுளா மாத்துறதுக்காக. ഇവനിപ്പോ എവിടെയുണ്ട്? അവൻ വീട്ടിലുണ്ട് സാറേ. ഞാൻ പോരുമ്പോ അവിടെ ഉണ്ടായിരുന്നു. ഇവനെ പൊക്കാനുള്ള പരിപാടി മിനി ഇമ്മീഡിയറ്റ് ആക്ഷൻ ആയിരിക്കണം. നിങ്ങൾ എന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ സ്ത്രീകൾക്കെതിരെയുള്ള ഒരു അക്രമവും ഞാൻ വെച്ച് ഉറപ്പിക്കുന്നത്. സാറേ നല്ല ഇടിയും കൊടുക്കണേ. ഞാൻ ഏറ്റു. സാറിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഇല്ല, കേട്ടിട്ടില്ല. ഇപ്പൊ എനിക്ക് தெரியும். ശരി, എന്നാ ഞാൻ വിളിപ്പിക്കാം കേട്ടോ. അവന്റെ കുളിയൊക്കെ നമുക്ക് നിർത്താം. സാറിന്റെ പേര് മിനി എന്നാണ്? പെണ്ണുങ്ങളുടെ പേരല്ല. Thank you for watching part 1. நம்ம அடுத்த பாட்டுல சந்திப்போம். Bye. Bye.